കേരളത്തിൻ്റെ പുതിയ വികസന വിവാദമാണ് ജലവിമാനം സീപ്ലെയിൻ. അത് പെട്ടെന്ന് അടങ്ങുന്ന ലക്ഷണമില്ല. അതിനെപ്പറ്റിയുള്ള ചർച്ചകളും വിവാദങ്ങളും. ഇപ്പൊ സർക്കാരിൽ നിന്ന് തന്നെ വനം വകുപ്പ് മാട്ടുപ്പെട്ടിയിൽ സീപ്ലെയിൻ ജലവിമാനം ഇറങ്ങുന്നതിന് ആശങ്ക അറിയിച്ചു. അത് വനമേഖലയിൽ നിന്നും ആ മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ മാട്ടുപ്പെട്ടിയിൽ ആനകൾ ഉൾപ്പെടെ വരുന്നു, ആനത്താര. അപ്പം അവിടെ അത് അനുവദിക്കുന്നതിൽ ആശങ്കയുണ്ട്. നിയമങ്ങൾ അതിന് എതിരാണ്. അത് ഗവൺമെന്റ് അനുഭാവപൂർവ്വം പരിഗണിക്കാവുന്ന ഈ സീപ്ലെയിനിന്റെ ഒരു മുഖ്യ വക്താക്കളായ ടൂറിസം ഡിപ്പാർട്ട്മെന്റും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞിട്ടുണ്ട്. അത് സർക്കാർ മന്ത്രിതലത്തിൽ ചർച്ച ചെയ്ത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് പരിഹരിക്കട്ടെ. പക്ഷേ ഈ വികസന വിവാദം ഇതിന്റെ പേരിൽ പഴയൊരു സീപ്ലെയിൻ കഥയും പൊക്കിക്കൊണ്ട് നമ്മൾ വരുന്നുണ്ട്, ചർച്ചകളിൽ നിറയുന്നുണ്ട്, മാധ്യമ ചർച്ചകളിൽ. 2013 വന്ന സീപ്ലെയിൻ എവിടെ പോയി? 5 കൊല്ലം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അങ്ങനെ കിടന്നിട്ട് അവസാനം പല കഷ്ടങ്ങളായിട്ട് അഴിച്ചു പെറുക്കി ലേലത്തിൽ അത് വിളിച്ചിട്ട് 3.5 കോടി രൂപയ്ക്ക് അമേരിക്കയിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ ഉള്ളത് ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. അന്നത്തെ കാര്യങ്ങൾ വീണ്ടും ചർച്ചയാകുന്നുണ്ട്. അന്നത്തെ സീപ്ലെയിൻ പദ്ധതി പരാജയപ്പെട്ടു പോയത് അന്ന് UDF ഗവൺമെന്റാണ്, ഉമ്മൻചാണ്ടി സർക്കാർ. 2013 എന്ന് പറയുമ്പോൾ 16 വരെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, UDF സർക്കാർ. കേന്ദ്രത്തിൽ 2014 വരെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ്. 2014 ഒന്നാം മോദി സർക്കാർ വരുന്നത്. അപ്പൊ UDF കേരളത്തിലും കേന്ദ്രത്തിലും നിർണായക നിമിഷത്തിൽ കാലത്ത് ഭരിക്കുന്ന സമയത്താണ് ഈ ആദ്യ സീപ്ലെയിൻ പ്രോജക്റ്റ് വരുന്നത്. 2 അമേരിക്കൻ മലയാളികളായ ക്യാപ്റ്റന്മാർ പറത്തിക്കൊണ്ടുവന്ന സീപ്ലെയിൻ വിമാനം സീബേഡ്സ് എന്നൊരു കമ്പനി അവർ രൂപീകരിച്ചുകൊണ്ട് കേരളത്തിലെ ടൂറിസം മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സർവീസ് നടത്താനായിരുന്നു സീപ്ലെയിൻ പദ്ധതി. പക്ഷേ അന്ന് കേന്ദ്ര വ്യോമ മന്ത്രാലയം പോലും, സിവിൽ വ്യോമയാന മന്ത്രാലയം പോലും ഇതിനെപ്പറ്റി ഒരു നിയമം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. സീപ്ലെയിൻ അന്ന് ഇന്ത്യയിൽ നിലവിലെങ്ങും പറക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സീപ്ലെയിൻ കാറ്റഗറി വെച്ചിട്ട് ഒരു വ്യോമയാന നിയമം പോലും പാർലമെന്റ് പാസ്സാക്കുകയോ ഗവൺമെന്റ് ഉത്തരവിറക്കുകയോ ചെയ്യാത്ത സമയത്താണ് ഈ സീപ്ലെയിൻ പ്രോജക്റ്റുമായിട്ട് ഈ 2 മലയാളികൾ അമേരിക്കയിൽ നിന്ന് ക്യാപ്റ്റന്മാർ വരുന്നത്. അപ്പൊ അതിന് നിയമം ഉണ്ടാവണം, അതിന് ബാക്കി കാര്യങ്ങൾ അനുമതി സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടണം. എങ്കിൽ മാത്രമേ ഒരു വിമാനം, ഇത് വിമാനമാണ് സീപ്ലെയിൻ, അത് പറത്താൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കുറെ നൂലാമാലകൾ, ഫയലുകൾ, അതിനനുകൂലമായിട്ട് തീരുമാനങ്ങൾ ഉണ്ടാവണം. അതൊന്നും ഉണ്ടായില്ല. അത് വൈകി. വൈകിയതിന് ഉത്തരവാദികൾ ആരൊക്കെയാണ്? അന്ന് കേന്ദ്രം ഭരിച്ച മൻമോഹൻ സിംഗ് ഗവൺമെന്റും പിന്നീട് അന്നിവിടെ ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരും അല്ലേ, UDF സർക്കാരും അല്ലേ. അതിനകത്ത് LDFിനെ പറ്റി പറയുന്നത് ഇടതുപക്ഷക്കാര്, CPM പ്രവർത്തകര്, മത്സ്യത്തൊഴിലാളികൾ ആയി ചേർന്നിട്ട് സമരം നടത്തിയത് ഒരു കാര്യം. കാരണം തൊഴിലാളികളെ വിശ്വാസത്തിലെടുക്കാതെ ഇത് മീൻപിടുത്തത്തെയും മത്സ്യസമ്പത്തിനെയും ബാധിക്കുമോ എന്നൊക്കെ സംശയിച്ചിട്ട് വിശ്വാസത്തിലെടുക്കാത്തത് കൊണ്ട് അവർ സമരം ചെയ്തു. അത് 1-2 ദിവസം സമരം ചെയ്തു. ആ സമരം അല്ലല്ലോ ഇതിന്റെ പ്രധാന വിഷയം. ഇപ്പൊ മുക്കിപ്പിടിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്തത് കൊണ്ട് അത് നടക്കാതെ പോയി എന്ന് പറഞ്ഞു. അങ്ങനെയല്ല. അന്ന് നിയമം പോലും ഉണ്ടാകാത്ത ഒരു കാലത്ത് ഇത് തുടങ്ങാൻ വന്ന മലയാളികൾ ഒന്നുകിൽ അവർ കുറെ കൂടെ ആലോചിക്കണമായിരുന്നു. പ്രവാസികൾ നിക്ഷേപം ഇറക്കാൻ വരുന്നവർ ഒരു പുതിയ ആശയം, പുതിയത് നല്ലത്. പക്ഷെ നിയമം വന്നില്ല. നിയമം വന്നിട്ടല്ലേ നടപ്പാക്കാൻ പറ്റുള്ളൂ, വിമാനം ഓടിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്താണ്, മോദി സർക്കാർ വന്നതിന് ശേഷം വ്യോമയാന നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തി. സീപ്ലെയിൻ ഇവിടെ കോമണായി പലയിടത്തും ഓടുന്നുണ്ട്. വടക്കേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ടൂറിസം മേഖലകളിലും ചെറു യാത്രകളിലൊക്കെ സീപ്ലെയിൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ കേരളത്തിലാണ് സത്യം പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാധ്യതയുള്ളത്. എത്രയോ ജലാശയങ്ങൾ, ഡാമുകൾ, അതുപോലെ പിന്നെ കായലുകൾ, ഒരു അനന്ത സാധ്യത ടൂറിസം രംഗം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ സീപ്ലെയിൻ അല്ലെ ജലവിമാനത്തിനുണ്ട് എന്നത് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോഴത്തെ പ്രോജക്റ്റ് വരുന്നത്. അപ്പൊ അത് കാലോചിതമാണ്, സമയോചിതമാണ്. നിയമങ്ങൾ വന്നു കഴിഞ്ഞു, അതിന് അനുകൂലമായിട്ട് കേന്ദ്ര സർക്കാർ അതിന് അനുകൂലമാണ്. അപ്പോഴാണ് അതിനെ എതിർക്കുന്നത്. ഇവിടെയും മത്സ്യത്തൊഴിലാളി പ്രശ്നം. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖലയിലേക്ക് സീപ്ലെയിൻ ഓടിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുമായിട്ട് ചർച്ച ചെയ്യും. അപ്പൊ ഏത് വികസനവും ഒരു സമരം നടത്തിയാൽ അങ്ങ് തടസ്സപ്പെടുമെന്നുള്ളത് അതൊരു UDF ശൈലിയാണ്. ഏത് സമരം നടന്നാലും, 1-2 സമരം നടന്നാൽ, ഒരു ധർണ നടന്നാൽ, അല്ലെ ഒരു മുദ്രാവാക്യം വിളിച്ചാൽ അന്ന് ആ പ്രോജക്റ്റ് ഇനി വേണ്ട, അത് നടക്കില്ല എന്ന അവസ്ഥ കേരളത്തിലുണ്ടോ?
ഉണ്ടെങ്കിൽ പല പദ്ധതികളും വരത്തില്ലായിരുന്നല്ലോ. പക്ഷെ അങ്ങനെ നടന്ന സംഭവമുണ്ട്. ഈ പറയുന്ന കാലത്ത് UDF സർക്കാരിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന UDF സർക്കാരിന്റെ കാലത്ത് ഒന്നീ സീപ്ലേ നിയമനിർമ്മാണം ത്വരിതപ്പെടുത്താനോ അതിന് മുൻകൈ എടുക്കാനോ അന്നത്തെ UDF സർക്കാരിനോ അന്നത്തെ കേന്ദ്ര സർക്കാരിനോ സാധിച്ചില്ല. രണ്ടും കോൺഗ്രസ് നേതൃത്വം നൽകിയ ഗവൺമെന്റ് ആയിട്ട്. അങ്ങനെ അത് പാളിപ്പോയി, അവർക്ക് കോടികളുടെ നഷ്ടമുണ്ടായി, അവരുടെ കമ്പനി അടച്ചുപൂട്ടി. അതൊരു കാര്യം. രണ്ട്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇതേപോലെ ഒരു ചെറിയ സമരം നടന്നാലും നിർത്തിപ്പോയ പദ്ധതികളുണ്ട്. അതൊക്കെ പിന്നീട് തുടങ്ങിയത് പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവന്നത് ഒന്നാം പിണറായി സർക്കാരാണ് 2016 മുതൽ. അതിന്റെ ബാക്കി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടി നമ്മൾ ഇതിനകത്ത് കാണണം. ഒന്ന്, എന്താ UDF സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ 2016 വരെ ചെയ്തത്? അന്ന് റബ്ബറിന്റെ തലപ്പ് വെട്ടണമെന്ന് പറഞ്ഞപ്പോൾ പുതുപ്പള്ളിക്കാര് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ റബ്ബർ മരങ്ങൾ മുറിച്ചു കളയും, പാടില്ല, ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് 1-2 സമരം ചെയ്തപ്പോൾ ഇടമൺ കൊച്ചി പവർ ഗ്രിഡ് വേണ്ടെന്ന് വെച്ച്. ഇന്നത് യാഥാർത്ഥ്യമാണ്. ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. കോടികൾ മുടക്കിയ നമ്മുടെ പവർ ഗ്രിഡ്, വൈദ്യുതി ഇഷ്ടംപോലെ പ്രവഹിക്കുന്ന ഈ സംവിധാനം, അത് ആരാ നടപ്പാക്കിയത്? ആരാത് വെച്ചത്, വേണ്ടെന്ന് വെച്ചത്? ഉമ്മൻചാണ്ടി സർക്കാർ. കാരണം മരങ്ങൾ മുറിക്കും, റബ്ബർ മരങ്ങൾ മുറിക്കാൻ പാടില്ല എന്ന് സമരം വന്നത്രേ. അപ്പോൾ അത് ഞങ്ങൾ നടപ്പാക്കുന്നില്ല എന്ന് ഉമ്മൻചാണ്ടി തീരുമാനിച്ചു. പക്ഷെ ഒന്നാം പിണറായി സർക്കാർ അത് നടപ്പാക്കി കാട്ടി. ഇന്നിപ്പോൾ അതിലെ വൈദ്യുതി പ്രവഹിക്കുകയാണ് ലൈനിൽ കൂടി, ഹൈ പവർ ഗ്രിഡിൽ കൂടെ. യാഥാർത്ഥ്യമായില്ലേ? ആയില്ല എന്ന് പറഞ്ഞതാണ്, പക്ഷെ ആക്കിയല്ലോ. അതേപോലെ ന്യായമായ പരിഹാരം ഭൂമി വിട്ടുകൊടുക്കുന്നതിന് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ദേശീയപാത വികസനം വേണ്ടെന്ന് വെച്ചു. ആര്? ഉമ്മൻചാണ്ടി സർക്കാർ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ ദേശീയപാത വികസന ഓഫീസ് തന്നെ അടച്ചുപൂട്ടിപ്പോയി. ഉമ്മൻചാണ്ടി സർക്കാർ അത് വേണ്ടെന്ന് വെച്ചപ്പോൾ ദേശീയപാത വീതി കൂട്ടാൻ, സ്ഥലം ഏറ്റെടുക്കാൻ വലിയ പൈസ കൊടുക്കണം, അത് നിവർത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്രം അത് ഫയൽ മടക്കിയിട്ട് അവർ പോയി. പക്ഷെ പിണറായി സർക്കാർ വന്നിട്ട് ഇപ്പോൾ നടപ്പായില്ലേ? ഏതാണ്ട് 85-90% ദേശീയപാത വികസനം കാസർഗോഡ് മുതൽ ഇങ്ങ് തെക്ക് വരെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞ് 90%-ത്തിനപ്പുറം വരെ. ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായിട്ടും ഈ പദ്ധതികൾ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുകയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ഉപേക്ഷിച്ചത് നടപ്പാക്കിയില്ല. ആരെങ്കിലും തടഞ്ഞവരെ കൈകാര്യം ചെയ്ത് എങ്ങനെ ചെയ്യേണ്ട രീതിയിൽ നയപരമായിട്ട് ദേശീയപാത വികസനത്തിന് എതിരെ നിന്ന ചില സമരങ്ങൾ, വയൽക്കിളി സമരമൊക്കെ നമുക്കറിയാം. അതിനെയൊക്കെ സർക്കാർ ഫലപ്രദമായിട്ട് നേരിട്ടിട്ടാണ് പദ്ധതി നടപ്പാക്കിയത്. അപ്പം ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ പദ്ധതി നടപ്പാക്കാൻ ഒരു സർക്കാരിന് സാധിക്കുന്നതിന് തെളിവാണ്. ഇനി 3, ഗെയിൽ പൈപ്പ് ലൈൻ ഉമ്മൻചാണ്ടി സർക്കാർ ഉപേക്ഷിച്ചതാണ്. ആശങ്കയുണ്ട്, നടപ്പാക്കാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഗെയിൽ പൈപ്പ് ലൈനിനെതിരെ അന്നത്തെ പരിസ്ഥിതിവാദികളും അവിടുത്തെ പലരും രംഗത്ത് വന്നപ്പോൾ ആശങ്ക ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇപ്പം ഗെയിൽ നടപ്പാക്കിയതാരാണ്? ഒന്നാം പിണറായി സർക്കാർ. ഇപ്പം ആ പൈപ്പ് ലൈനിൽ കൂടെ പാചകവാതകം ഒഴുകുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വിചാരിച്ചാൽ നടപ്പാക്കും. അതുപോലെയാണ് വിഴിഞ്ഞം ഇപ്പം നടപ്പായില്ലേ? ഉമ്മൻചാണ്ടി സർക്കാർ ഒരു ധാരണാപത്രം മാത്രം ഒപ്പിട്ടിട്ട് പോയതല്ലേ ഉള്ളൂ. ഇപ്പം നടപ്പായില്ലേ വിഴിഞ്ഞം? ഏറ്റവും ഒടുവിലെ സീപ്ലെയിൻ ഈ കമ്പയർ ചെയ്യുമ്പോൾ മറ്റീ വലിയ വൻകിട പദ്ധതികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സീപ്ലെയിനിന് ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്. സർക്കാരിന് സീപ്ലെയിൻ ഇറങ്ങാൻ വാട്ടർ ഡ്രോം ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഏത് കായലിലും ഏത് ഡാമിലും അത് വളരെ ഈസി ആയിട്ട് ഇറങ്ങാം, പറന്നുയർന്നു പോകാം. അപ്പം നടത്തിപ്പ് ചെലവ് ഏറ്റവും കുറവ്, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപം ഏറ്റവും കുറവുള്ള ഒരു വലിയ സാധ്യതയുള്ള പ്രോജക്റ്റാണ് സീപ്ലെയിൻ പദ്ധതി, ജലവിമാനം എന്ന് പറയുന്നത്. അതിനെ എതിരെയും പുതിയ വാദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്രയോ കാലമായിട്ട് ഇതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരിന് സാധിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങളും വെച്ചിട്ട് നമുക്കത് ഉറപ്പിക്കാൻ പറ്റും. മറ്റൊരു ബൃഹത് പദ്ധതി കൂടി ഇവിടെ പറഞ്ഞു പോയില്ലെങ്കിൽ പൂർണ്ണമാവില്ല. സിൽവർ ലൈൻ, കേരളയിലെ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ഒരു മഹാ അവിശുദ്ധ സഖ്യം രൂപപ്പെട്ടിരിക്കുകയാണ്. എന്ത് വില കൊടുത്തു അതിനെ എതിർക്കും, നടപ്പാക്കില്ല എന്ന്. അതിൻ്റെ അകത്ത് സംഘപരിവാർ, BJP, RSS, കോൺഗ്രസ്, കേരളത്തിലെ കോൺഗ്രസ്, VD സതീശൻ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് വിഭാഗം, എല്ലാ കോൺഗ്രസ്സുകാരും ഇല്ല. അതേപോലെ പരിസ്ഥിതിവാദികളുടെ ഒരു സംഘം,
നീലാണ്ടന്മാർ അടക്കമുള്ള പരിസ്ഥിതിവാദികൾ, ഇവരെല്ലാം കേരളത്തിന് എതിരെ രംഗത്ത് വന്നിട്ട് ഒരു വലിയ കൂട്ടുകെട്ട്, ഒരു അവിശുദ്ധ സഖ്യം, ഈ ചേരാത്തവർ തമ്മിൽ ചേരുന്ന ഒരു സഖ്യമാണ് ഈ ഉണ്ടായിരിക്കുന്നത് കേരളയിൽ സിൽവർ ലൈനിനെതിരെ. അതുകൂടി പറഞ്ഞു പോയില്ലെങ്കിൽ ഇത് പൂർണ്ണമാവില്ലല്ലോ. നന്ദിഗ്രാമിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ പ്രതിജ്ഞ ചൊല്ലിയിട്ടാണ് സമരം കേരളത്തിനെതിരെ അന്ന് തുടങ്ങിയത്. മഞ്ഞക്കുറ്റി തെറ്റിദ്ധരിക്കപ്പെട്ട ജനങ്ങൾ പലരും അവരുടെ പറമ്പിൽ സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ വലിച്ചെറിഞ്ഞ കഥ, സംഭവങ്ങൾ. അപ്പോൾ കേരളയിലും ഇങ്ങനെയൊരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോവുകയാണ്. അതിൻ്റെ പുറത്താണിപ്പോൾ ഏറ്റവും ഒടുവിൽ പെട്ടെന്നിപ്പോൾ സീ പ്ലെയിൻ വന്നിരിക്കുന്നത്. ഇതിനെല്ലാം നേരിടാനും കൈകാര്യം ചെയ്യാനും ചെയ്യേണ്ട രീതിയിൽ പോയാൽ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. എങ്കിലേ കേരളം മുന്നോട്ട് പോകൂ. ഇതുവരെ ഉണ്ടായിരുന്ന പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് പുതിയ വൻകിട പദ്ധതികളിലേക്ക് കേരളം മാറേണ്ടുന്ന കാലമായി, അല്ലെങ്കിൽ കേരളം പിന്തള്ളപ്പെട്ടു പോകുന്ന യാഥാർത്ഥ്യം നമ്മൾ മലയാളികൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, അത് മനസ്സിലാക്കുന്ന ഒരു ഗവൺമെൻറ് ഇല്ലെങ്കിൽ, അത്തരം പദ്ധതികളെ പിന്തുണയ്ക്കുന്ന ഒരു പ്രതിപക്ഷമില്ലെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ വളരെ മോശമാകുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല.